ഏറ്റവും വലിയ മഹത്വം തന്നെയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ്വ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നതും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ പ്രബോധനമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു. അറിവുള്ളവർ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിരിക്കും. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. വഴിയിൽ വെച്ച് പണ്ഡിതൻ്റെ കൈ പിടിക്കാനും വിശേഷങ്ങൾ തിരക്കുവാനും ആളുകൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാം. അറിവില്ലാത്തവരെ പരിഗണിക്കുന്നതായി നമുക്ക് കാണില്ല. അറിവുള്ളവർ അറിവുള്ളപ്പെട്ടു പോയാൽ അവരെക്കുറിച്ച് പറയാൻ ധാരാളം ആളുകളുണ്ടാകും. അറിവില്ലാത്തവർ മരണപ്പെട്ടതോടെ അവരെ മറന്നുപോകും. ഏതെങ്കിലും പഠിച്ചതുകൊണ്ട് അറിവുണ്ടാകണമെന്നില്ല. അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം. ഗൗരവത്തോടെ പഠിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളെ ബഹുമാനിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ്. അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കൂ. ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ്. നാമൊക്കെ കുട്ടികളാണ്. പഠിച്ചു വളരേണ്ട പ്രായമാണിപ്പോൾ. അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. ആർക്കോ വേണ്ടിയാണ് പഠിക്കുന്നത് പലരും. ഉമ്മ വഴക്ക് പറയുകയോ ഉസ്താദ് കണ്ണുരുട്ടുകയോ ചെയ്യുമ്പോഴാണ് പലരും പഠിക്കാറുള്ളത്. ഇതുകൊണ്ട് നമുക്കൊരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല. മാത്രമല്ല നാം ആദരിക്കപ്പെടുകയുമില്ല. ആയതിനാൽ അറിവിൻ്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി വളരണമെന്നും അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.